സ്വന്തം കക്ഷിയിൽ നിന്ന് പണം തട്ടിയെടുത്തു എന്ന കേസിൽ അഭിഭാഷകയ്ക്ക് കുരുക്ക്. കുടുംബ കോടതിയിലെ കേസ് ഒത്തുതീർപ്പാക്കാനായി കൈമാറിയ പണം നെടുമങ്ങാട് സ്വദേശിയായ അഭിഭാഷക സുലൈഖ തട്ടിയെടുത്തു എന്നാണ് ആരോപണം നിലനിൽക്കുമെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി അഭിഭാഷകയെ അറസ്റ്റ് ചെയ്യാൻ തടസ്സമില്ലെന്നും ഉത്തരവിട്ടു. തിരുവനന്തപുരം നെടുമങ്ങാട് കുടുംബ കോടതിയിലെ കേസ് ഒത്തുതീർപ്പാക്കാനായി കൈമാറിയ പണമാണ് വക്കാലത്തെടുത്ത അഭിഭാഷക തട്ടിയെടുത്തത്. കേസിലെ ഒത്തുതീർപ്പ് വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലായിരുന്നു നെടുമങ്ങാട് സ്വദേശിയായ ഹാഷിം എതിർകക്ഷിയായ ഭാര്യയ്ക്ക് 40 ലക്ഷം രൂപ നൽകാനായി അഭിഭാഷകയായ സുലൈഖയ്ക്ക് കൈമാറിയത്. നിർദ്ദേശപ്രകാരം അഭിഭാഷകയുടെ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്കായിരുന്നു പണം നൽകിയത്. എന്നാൽ ഈ പണം എതിർകക്ഷിക്ക് സുലൈഖ കൈമാറിയില്ല. ഇതിനെതിരെ ഹാഷിം പോലീസിൽ പരാതി നൽകിയെങ്കിലും അന്വേഷണം കാര്യക്ഷമമായി നടന്നില്ല. തുടർന്നാണ് ഹാഷിം ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച ഹൈക്കോടതി ആരോപണത്തിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്നും കക്ഷിയുടെ വിശ്വാസം അഭിഭാഷക ദുരുപയോഗം ചെയ്തുവെന്നും വ്യക്തമാക്കി. പരാതി നൽകിയിട്ടും നെടുമങ്ങാട് SHO പ്രതികളെ കസ്റ്റഡിയെടുക്കാൻ പോലും തയ്യാറായില്ലെന്നും അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയെന്നും ഹാഷിം വാദിച്ചു. വാദം അംഗീകരിച്ച കോടതി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ SHOയ്ക്ക് പ്രതിയായ അഭിഭാഷകയെ അറസ്റ്റ് ചെയ്യാമെന്നും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വ്യക്തമാക്കി. ഹാഷിം നൽകിയ പണം ഭർത്താവ് സ്വന്തം ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചെന്ന് അഭിഭാഷക കോടതിയിൽ സമ്മതിച്ചിരുന്നു. 11,20,000 രൂപ തിരിച്ചു നൽകിയെന്നും ബാക്കി വരുന്ന തുക കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും കോടതിയിൽ വ്യക്തമാക്കി. ഇതിനെ തുടർന്നാണ് പ്രതിയായ അഭിഭാഷകയുടെ അറസ്റ്റിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.